വെച്ചാല് ഈ മുഖം ഉള്ളവർക്ക് ഉള്ള നമസ്കാരം പറഞ്ഞു, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. എന്റെ പേര് സന്തോഷ് എന്നാണ്, സന്തോഷ് ഒളിമ്പസ്. ഞാൻ പാലക്കാട് ജില്ലയില് ചിറ്റൂർ താലൂക്കിലെ തത്തമംഗലത്ത് ആണ് താമസിക്കുന്നത്. തത്തമംഗലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഇപ്പോ ആലത്തൂര് പാടൂരുള്ള ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിന്റെ അകത്തായ ആണ് ജീവിതം. കുറച്ച് ദിവസമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ ഞാൻ തത്തമംഗലത്തുണ്ട്. പിന്നെ ഞാൻ ചിറ്റൂര് വിളയോടിലുള്ള ഗുരു മണിയേട്ടന്റെ ശിഷ്യനാണ്. അത് ആദ്യം പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പീസ് കോൺഫറൻസിൽ, അതായത് ലോക സമാധാന സമ്മേളനത്തിൽ സംസാരിക്കാൻ എനിക്ക് ക്ഷണം കിട്ടി. ഞാൻ പോയി. പോകുന്ന കാര്യം എന്റെ ഗുരുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു കാര്യം പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നു. ലോകത്ത് ശാന്തിയും അശാന്തിയും ഒരേ ഇടത്ത് നിലനിൽക്കുന്നു എന്ന് യാതൊരുവന് ബോധ്യമാകുന്നുവോ അവനാണ് ശാന്തി ഉണ്ടാവുക. ഇതാണ് അദ്ദേഹം പറയാൻ ഏൽപ്പിച്ച കാര്യം. ഞാനിപ്പോ അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ഞാൻ അത് അവിടെ അവതരിപ്പിച്ചപ്പോ അത് സത്യത്തിൽ ഈ വേൾഡ് ഈ ലെവലിലുള്ള പോളിസി മേക്കേഴ്സിനും ഡിപ്ലോമാറ്റ്സിനും ഒക്കെ അത് കേൾക്കുമ്പോൾ ഈ ഒരു സമീപനമുണ്ടല്ലോ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആശയമാണ്, പക്ഷെ ഈ ഒരു സമീപനം അവർക്ക് അത്ഭുതകരമായി തോന്നിയിരുന്നു. നമ്മളും നിത്യജീവിതത്തിൽ സാധാരണ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങി. സമാധാനം എല്ലാവരുടെയും വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും അടിസ്ഥാനപരമായിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ സമാധാനമായിട്ടിരിക്കണം എന്നുള്ളതാണ്. സമ്പത്ത് ഉണ്ടാക്കണം എന്ന് പറയുന്നവരോടും സമ്പത്ത് മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, സമാധാനം വേണം. സമാധാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരമമായ ആനന്ദം, പരമമായ സന്തോഷം എന്നൊക്കെ പറയുന്നതിനും ഒക്കെ അടിസ്ഥാനമാകുന്ന ഒന്നാണ്. ആരോഗ്യമുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ, സമ്പത്ത് ആവശ്യത്തിനുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ, ബന്ധങ്ങൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ആയിത്തീരുന്നോ അതിന്റെ എല്ലാം ഒരു സമതുലിതാവസ്ഥ, ആധാനമാണ് സമാധാനം. സമത്തിൽ നിലനിൽക്കുന്നൊരവസ്ഥ, സമത്തിലായി നിൽക്കുന്നൊരവസ്ഥ. എന്താണ് ഈ സമമാകുന്നൊരവസ്ഥ? നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധതകളിലൂടെ യാത്ര ചെയ്യുന്ന ഒന്നാണ്. മനസ്സെന്താണെന്നുള്ള നിർവചനങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നിർവചനം വേണ്ടവർ ചോദിക്കുക, നമുക്ക് ചോദ്യോത്തരയുടെ സമയത്ത് പറയാം. ഈ പറയുന്ന ഏത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് നിർവചനം വേണോ അത് നിങ്ങൾ പറയുക. ഒളിമ്പസ് അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോ മനസ്സ് പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. മനസ്സെന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ധർമ്മത്തെ, ഒരു സത്തയുടെ, ഞാനെന്ന സത്തയുടെ ശരീരത്തിന്റെ ധർമ്മത്തെ തീരുമാനിക്കുന്ന, ധർമ്മം ഏത് വഴിക്ക് പോകണം, എന്റെ ശരീരത്തിന്റെ ധർമ്മം ഏത് വഴിക്ക് പോകണം എന്ന് തീരുമാനമെടുക്കുന്ന ആസൂത്രണ സംവിധാനമാണ്. അതാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പൊ മനസ്സ് പല കയറ്റിറക്കങ്ങളിലൂടെ കയറിപ്പോകും. ഏതുപോലെ ഒരു വാഹനം ഓടിക്കുമ്പോൾ വാഹനം റോഡിലുള്ള കയറ്റിറക്കങ്ങളിലൂടെ കയറിപ്പോകും, ഇടതും വലതും കയറിപ്പോകും. അങ്ങനെ വലതും ഇടതും അല്ലെങ്കിൽ ഉയർച്ചയും താഴ്ചയും എന്ന് പറയുന്ന ധ്രുവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അതിനെയാണ് ധ്രുവത എന്ന് പറയുന്നത്. ജീവിതത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളിലും നമ്മുടെ മനസ്സ് ചലിക്കുന്നു, നമ്മുടെ ജീവിതം ചലിക്കുന്നു, ഹൃദയം ചലിക്കുന്നു. എല്ലാ സംവിധാനങ്ങൾക്കും അതിന്റെ ഉയർച്ചയും അതിന്റെ താഴ്ചയുമുണ്ട്. ഏറ്റവും ഉയർന്നൊരവസ്ഥയും അതിന്റെ താഴ്ന്നൊരവസ്ഥയുമുണ്ട്. ഈ ഉയർച്ചയും താഴ്ചയും നമ്മൾ ധ്രുവത എന്നാണ് പറയുക, നിമ്നോന്നതങ്ങൾ എന്ന് വേണേൽ പറയാം. ഈ ധ്രുവതയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് എത്ര ഉയരുന്നുവോ അത്രയും താഴത്തേക്ക് കൂടെ ചലനം പോകും. ചലനം ചലിക്കാൻ പ്രേരിതമാകും അല്ലെങ്കിൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നിബദ്ധിതമാക്കിയിട്ടുള്ളത്. പ്രകൃതി അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്ന സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കുക, അതിന്റെ നേരെ എതിർവശത്തുള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടെ നിങ്ങൾ സന്ദർശിക്കേണ്ടി വരും. ആ ഘട്ടത്തെ നിങ്ങൾ കാണേണ്ടി വരും. അത് പ്രകൃതിയുടെ ഒരു ബാലൻസിങ് മെക്കാനിസമാണ്. നിങ്ങൾ വലതുവശത്തേക്ക് എത്രത്തോളം നീട്ടി വെച്ചിട്ടുണ്ടോ അത്രത്തോളം ഇടതുവശത്തേക്ക് കൂടെ നീട്ടി വെച്ചാലേ നിങ്ങൾ നിൽക്കുന്ന ഞാണില് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയും. ഒരു തുലാസില് നിങ്ങൾ ഇപ്പുറത്ത് എത്രത്തോളം വെച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അപ്പുറത്തും ഭാരം വെച്ചാൽ മാത്രമേ അത് തുലനം ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇതാണ് ധ്രുവതയുടെ തുലനത എന്ന് പറയുന്നത്. സമ ആധാനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉയർച്ച വരുന്നു അതിനൊക്കെ അനുസരിച്ച് താഴ്ചയും ഉണ്ടാകും.
അപ്പോ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സൗഖ്യം വരണം, സന്തോഷം വരണം, സുഖം വരണം എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. സുഖം വരണമെന്ന് താല്പര്യമുള്ള ഒരാൾക്ക് സുഖമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾക്കത് വ്യാകുലതയായി, പ്രശ്നങ്ങളായി, ആധാനം പോയി, സമനില പോയി. ജീവിതത്തിൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന ഒരാൾക്ക് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉറപ്പായിട്ടും ഉണ്ടാകും. ജീവിതത്തിൽ വളരെ ആരോഗ്യകരമായി പോകുന്ന ഒരാളാണെങ്കിൽ, അയാൾ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ 100% അനാരോഗ്യം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലൂടെ അയാളുടെ ജീവിതത്തെ പ്രകൃതി കടത്തിവിടും. ഇയാൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷെ പ്രകൃതി ഒരു ആക്സിഡന്റിൽ കൂടെയോ മറ്റേതെങ്കിലും വഴിയിലൂടെ അതിലൂടെയും കടത്തിവിടും. ഇത് ആധാന പ്രക്രിയയുടെ ഭാഗമാണ്. അതാണ് മണിയേട്ടൻ പറഞ്ഞത്, ദുഃഖവും സുഖവും അല്ലെങ്കിൽ അശാന്തിയും ശാന്തിയും ഒരേ ഇടത്ത് ഉണ്ടാകും എന്ന് യാതൊരുവന് ബോധ്യമാകുന്നുവോ അവനാണ് ശാന്തി ഉണ്ടാവുക എന്ന്. വീട്ടിലൊരു മരണം നടക്കുമ്പോ അയ്യോ മരിച്ചോ എന്ന് പറഞ്ഞ് ഹൃദയം വിട്ട് നിലവിളിക്കുന്നതിന് പകരം മരണം എന്നുള്ളത് സ്വാഭാവികമാണെന്ന് അറിയുന്ന ഒരാൾക്ക് മരണം സംഭവിച്ചോ, വിഷമമുണ്ട്, പക്ഷെ ഇനി എന്താണ്, ഇനി അതിന് ചടങ്ങുകൾ, ഇനി എങ്ങനെയാണ് അതിന്റെ ചടങ്ങുകൾ ചെയ്യേണ്ടത്, എവിടെ കൊണ്ട് ദഹിപ്പിക്കണം, അല്ലെങ്കിൽ എവിടെയാണ് അടക്കം ചെയ്യേണ്ടത്, ആരെയൊക്കെ അറിയിക്കണം, ഇനി എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇതിലേക്കാണ് അയാളുടെ ചിന്ത പോവുക. നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അതൊരു വിഷമമാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കയ്യും കാലും തല്ലി അലമുറ ഇട്ടിട്ട് കാര്യമില്ല. നമുക്കൊരു അസുഖം വന്നാൽ അയ്യോ അസുഖം വന്നു എന്ന് കരുതി ഇരുന്നിട്ട് കാര്യമില്ല. അസുഖത്തെ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ അതിജീവനത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനും അപ്പുറം പോകാൻ കഴിയുക. അപ്പോ നമ്മൾ ആദ്യമേ അറിയേണ്ടത് സമാധാനം ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മളെ ആദ്യമേ അറിയേണ്ടത് പ്രപഞ്ചത്തിൽ ഇതാണ് സ്ഥിതി എന്നതാണ്. സ്ഥിതി അറിയണം, എന്താണ് പ്രകൃതി കരുതി വെച്ചിട്ടുള്ളത്, ആ സ്ഥിതി അറിയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കയ്യിൽ നോട്ട് പുസ്തകമുള്ളവര് അതൊന്ന് എഴുതി വെക്കാമോ? നോട്ട് പുസ്തകം ഇല്ലാത്തവർ ഇവിടെ തന്നെ എഴുതിയിടൂ, സ്ഥിതി അറിയണമെന്ന് എഴുതിയിടൂ. ഞാൻ പറഞ്ഞ കാര്യം ബോധ്യമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഒരു വൺ വേ ട്രാഫിക് അല്ല ഇത് എന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്തിടും. യെസിന് 8 എന്ന് എഴുതാം അല്ലെ? അത് 8 എഴുത 8ന്റെ പണി പോലെ ഉണ്ട് എന്നാണോ ബീന ഉദ്ദേശിച്ചത്? ഏതാണെങ്കിലും അപ്പൊ നമുക്ക് ആധാനം എന്നുള്ളതിന് നമുക്ക് ആദ്യമേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമത്തിലാവണമെങ്കിൽ സുഖവും ദുഃഖവും ഒരുപോലെയുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത്. അതിനെയാണ് ആധാനം എന്ന് പറയുന്നത്. എന്താണ് സമത്തിലാവേണ്ടത്? സുഖവും ദുഃഖവും, വലുതും ചെറുതും എന്താണെങ്കിലും സമത്തിലാകുന്ന ഒരവസ്ഥയാണ് സമാധാനം. അതിൽ തുലനം ചെയ്ത് നിൽക്കാനുള്ള ശേഷി, നിൽക്കാനുള്ള ഒരു തിരിച്ചറിവ്, അതാണ് സമാധാനം. അപ്പൊ സമാധാനത്തിലെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ട് എന്നത് അറിയണം. ഓക്കെ, ഈ സമാധാനം പോകുന്നതിന്റെ പ്രധാന കാര്യം നമ്മൾ പലപ്പോഴും ഈ സ്ഥിതി വിവരങ്ങൾ അവിടെ ഇരിക്കട്ടെ, സാധാരണ രീതിയിൽ നമ്മുടെ സമാധാനം പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതായില്ല എന്നത് വരുമ്പോഴാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഞാൻ കാണുന്ന രീതിയിൽ, ഈ ഞാൻ പൊങ്ങി നിൽക്കുന്ന സമയത്ത് സമാധാനം പോകും. ശരിയല്ലേ? നമ്മള് നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് ഉള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൽ ചെറിയൊരു വിള്ളിച്ച വരുന്നു. ഒരു ചിലപ്പോൾ ദാമ്പത്യത്തിലാകാം, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലാകാം, വിള്ളിച്ച വരുന്നു. ഈ വിള്ളിച്ച വരുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു സുഹൃത്തുമായി സൗഹൃദത്തിലാകേണ്ടത് എങ്ങനെയാണ്? സുഹൃത്തുമായി സൗഹൃദത്തിലാകേണ്ടത് അയാളുമായിട്ട് ബന്ധുത്വത്തിലായിരിക്കുക എന്നുള്ളതാണ്. അയാളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അയാളെക്കാളും വലുതായി നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടോ? അയാളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അയാളുടെ ബന്ധുവായിരിക്കുക വെച്ചാൽ അയാളോടൊപ്പം ആയിരിക്കുക, അയാളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് എപ്പോഴാണ്? അയാളും ഞാനും വെവ്വേറെയാണെന്നുള്ള ആ ഒരു അവസ്ഥ ഞാൻ സൃഷ്ടിക്കുമ്പോഴാണ്. അതെപ്പോഴാ? എന്റെ അഹം ഉയർന്നു നിൽക്കുമ്പോഴാണ്, ഞാൻ എന്ന ഭാവം ഉയർന്നു നിൽക്കുമ്പോഴാണ്. എന്താണ് അഹം? എങ്ങനെയാണ് അഹം ഉണ്ടാകുന്നത്? അഹത്തെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ വേറെ പാഠങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള സെഷനുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ചോദ്യോത്തരയുടെ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം.
പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഹം എന്നുള്ളത് ഉയർന്നിരിക്കുമ്പോ, നമ്മളിലെ അഹം ഉയർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ സമാധാനം പോകും. കാരണം എന്റെ അഹത്തിനെ ഞാൻ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക? ഞാൻ വിചാരിക്കുന്ന അഹം അനുസരിച്ച് ഞാൻ എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായത്. അത് ഞാൻ എന്നുള്ള ആ ശരീരത്തിന്റെ പരിധി കഴിഞ്ഞ് വെളിയിലേക്ക് പോയി എവിടെ പോയാലും, ഞാൻ റോഡിലേക്ക് ഇറങ്ങിയാൽ അതിലേ വരുന്നൊരു വണ്ടിക്ക്, അതിലേ വരുന്നൊരു പട്ടിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഈ ഞാൻ ഭാവം കൊണ്ട് അവിടെ മറ്റേ നമ്മുടെ പഴയ സിനിമയില് ശ്രീനിവാസൻ കാണിച്ചതുപോലെ വെക്കടാ വെടി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെടി നെഞ്ചത്ത് കൊള്ളുകയുള്ളൂ, വാഹനം നെഞ്ചത്ത് കയറുകയുള്ളൂ, പട്ടിയുടെ കടി കാലിൽ കൊള്ളുകയുള്ളൂ. അവിടെ ഞാൻ ഒതുങ്ങണം. ഞാൻ എന്നുള്ളത് അവിടെ എങ്ങും വലുതല്ല എന്നുള്ള ബോധ്യം വരണം. ഇത് വണ്ടിയുടെയും പട്ടിയുടെയും വെടിയുടെയും മുമ്പിലത്തെ കാര്യം പറഞ്ഞു. മറ്റു മനുഷ്യരുടെ മുമ്പിലോ അവിടെയും നമ്മൾ വലുതാണ് എന്ന സ്ഥാനം സ്ഥാപിക്കാനുള്ള അഹത്തിന്റെ ശ്രമമാണ് നമ്മുടെ സമാധാനം കളയുക. ഞാൻ പറഞ്ഞതാണ് ശരി എന്നത് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സമാധാനം പോവുക. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം എനിക്ക് കിട്ടണം എന്നുള്ളതിലാണ് എന്റെ സമാധാനം പോവുക. തിരിച്ചെന്താണ് വേണ്ടത്? ഞാൻ എന്നുള്ളത് പ്രകൃതി എന്ന മഹാശരീരത്തിന്റെ ഒരു കോശം മാത്രമാണ് എന്ന തിരിച്ചറിവിലേക്ക് പോകണം. ആ തിരിച്ചറിവാണ് നമ്മൾ ഒളിമ്പസിൽ പഠിക്കുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടുന്ന പാഠങ്ങളാണ് നമ്മൾ ഒളിമ്പസിൽ പഠിക്കുന്നത്. അഹം അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള അറിയാം. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അഹം എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ അകത്ത് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇണയുണ്ടെങ്കിൽ ഇണയോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ഞാൻ ഭാവത്തിൽ നിന്ന് മാറി നിന്ന് മറകളില്ലാതെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയാറുണ്ട്. അങ്ങനെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടില്ല. പകരം ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയാകണം, ഞാൻ എന്നുള്ളത് സ്ഥാപിക്കണം, ഞാൻ കണ്ടെത്തിയ കാഴ്ചകളാണ് ശരി, എന്റെ ദർശനങ്ങളാണ് ശരി, എന്റെ ബോധ്യങ്ങളാണ് ശരി, മറ്റൊരാളുടെ കാലിൽ നിന്ന് നോക്കാതെ ഞാൻ പറയുന്നത് ശരിയെന്ന് കാണാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? അപ്പോ ഞാൻ എന്നുള്ളത് നമ്മുടെ സമാധാനം കളയുന്നതിൽ ഒരു പ്രധാന ഘട്ടമായിരിക്കുമ്പോൾ ആ ഞാൻ നിങ്ങളിൽ എത്ര ഉണർന്നിരിക്കുന്നു എന്നത് ഒന്ന് നോക്കുക. നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടിയെങ്കിൽ, ഉത്തരം എന്താണെന്ന് പറയണ്ട, നിങ്ങളുടെ അഹം ഉയർന്നു നിൽക്കുന്നുണ്ടോ? പലയിടങ്ങളിൽ, വേണ്ട ഒരിടത്തെങ്കിലും ഉയർന്നു നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. എവിടെങ്കിലും നിങ്ങളുടെ ആ അഹം ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എന്റെ ധാരണ കേട്ടോ. അത് ഡബിൾ എസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സമാധാനം പോകാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ടേ? ഒരു കാരണമായി. സ്ഥിതി അറിയണം എന്നുള്ളതിൽ ഒന്ന്, അഹം ഒതുങ്ങണം എന്നുള്ളതിൽ ഒന്ന്, അവിടെ ആയി കാരണം. ഇനി സ്വയം അറിയണം. ഈ അഹം ഒതുങ്ങണം എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ അടുത്തതാണ് സ്വയം അറിയണം. സ്വയം അറിയണം എന്ന് വെച്ചാൽ എന്താ? ഞാൻ എന്താ? നമുക്ക് പലപ്പോഴും നമ്മളെ കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച ഒരു സാധനമായിരിക്കും. നമ്മൾ പലപ്പോഴും നമ്മൾ പച്ചക്കാകുന്നപ്പോഴാണ്, ടോയ്ലറ്റിൽ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ കുളിക്കുമ്പോഴാണ്, ബാത്റൂമിനകത്ത് എല്ലാം അടച്ചു കെട്ടി വസ്ത്രമൊക്കെ ഊരി നമ്മൾ നഗ്നമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കാണിക്കും? എന്തും കാണിക്കും. അത് വേറെ ആരും കാണില്ല. അതുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ പരമാവധി പച്ചയ്ക്കാവുന്നത്. അപ്പൊ പോലും നമ്മുടെ അഹം, നേരത്തെ മുമ്പേ പറഞ്ഞ അഹം നമ്മളെ ഭരിക്കുന്നുണ്ടാവും. നമ്മുടെ ഓർമ്മകൾ നമ്മളെ ഭരിക്കുന്നുണ്ടാവും. എന്താ ഓർമ്മകൾ? ഇനി പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആരെയൊക്കെ കീഴടക്കണം, ആരോടൊക്കെ വാശി തീർക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ ചിന്തകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സമാധാനം എന്നുള്ള സംഭവം പോയി കിട്ടും. അതേസമയം നമ്മൾ കുളിയിലായിരിക്കുകയാണെങ്കിൽ, കുളിക്കുക എന്നുള്ള പ്രക്രിയയിൽ മാത്രമായിരിക്കണം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ കുളിക്കുക എന്നുള്ള പ്രക്രിയയിൽ മാത്രമായിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് നമ്മളെയാണ്, നമ്മുടെ ശരീരത്തെയാണ്, നമ്മുടെ ജീവിതാനുഭവങ്ങളെയാണ്, നമ്മുടെ അനുഭൂതികളെയാണ്. അതറിയാൻ നമുക്ക് കഴിയാറുണ്ട്. ഞാൻ എന്താണ് എന്നത് അറിയാമോ? ഞാൻ എവിടെയാണ് എന്നത് അറിയാമോ? ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യനാണ്, ഞാൻ സന്തോഷമാണ്, സന്തോഷ ഒളിമ്പസാണ്, തത്തമംഗലത്താണ് എന്നൊക്കെ പറയാം. അതല്ല, ബേസിക്കലി എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായത്?
ആരുടെയോ ഒരു ശാരീരിക പ്രക്രിയയുടെ ബൈ പ്രോഡക്റ്റ് ആണ് എന്റെ ജനനം എന്ന് അങ്ങനെ വെറുതെ കയറി പറയാൻ പറ്റും? എന്താണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം? ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ലെങ്കിൽ പ്രകൃതി എന്നെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? അല്ല അറിയാതെ വരുന്നുണ്ടോ? സ്വയം അറിയണം എന്നുള്ളതാണ് എന്റെ അടുത്ത നിർദ്ദേശം. നമുക്ക് നമ്മളെ അറിയണം. നിങ്ങൾക്ക് സ്വയം അറിയാൻ, നിങ്ങൾക്ക് നിങ്ങളെ അറിയാമോ? അറിയാം, നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാം എന്നാണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, അറിയില്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക പ്ലീസ്. ഓക്കെ ഓക്കെ അതാണ് ഞാൻ ആ ദിവ്യാത്മാവിന്റെ ആ യെസ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് സമാധാനം എപ്പോഴും ഉണ്ടാകും. ആ യെസ് എന്ന് പറഞ്ഞ ആ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് അത് എപ്പോഴും ഉണ്ടാവും. നമുക്കത് മുഴുവനായിട്ടും അറിയില്ല എന്ന ഒരു വശം ആണ് പൊതു ലോകത്തുള്ളത്. എന്റെ കാര്യം പറയാം, എനിക്ക് എന്നെ കുറിച്ച് മുഴുവനായിട്ട് അറിയില്ല. ഞാൻ അറിഞ്ഞറിഞ്ഞു വരുന്നു. നിങ്ങൾ പലരെക്കാളും ബെറ്റർ ആയിട്ട് എനിക്കറിയാം, നിങ്ങൾ പലരെക്കാളും നന്നായിട്ട് എനിക്കറിയാം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ എനിക്കും അറിയില്ല. അപ്പോ ഇത് പണ്ടൊരു ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, എപ്പോഴാണ് നമ്മൾ മുഴുവനായിട്ടും അറിയുക എന്നുള്ളത്? മരണമില്ലേ, മരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന നിമിഷം, അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും അറിയുക. അപ്പോ അത് പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്ന കാര്യമല്ല. അതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും മെച്ചപ്പെട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം, അപ്പൊ സ്വയം അറിയണം എന്നുള്ള കാര്യം അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് താനല്ലെന്നറിയണം. ഇപ്പൊ അഹം ഒതുങ്ങണം എന്ന് പറഞ്ഞു. അഹം ഒതുങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും ഞാനല്ല എന്നതറിയണം. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, ഇപ്പൊ ഞാനൊരു ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു പഠിക്കാൻ പോകുന്നു, ഞാൻ ഏതെങ്കിലും ഒരു തീരുമാനം ചെയ്യുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പ്രശ്നം കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാനങ്ങ് നടക്കുന്നു, പരിസ്ഥിതിയുടെ ഒരു വലിയ പ്രശ്നം കൊണ്ട് ഞാൻ ആ പരിസ്ഥിതി പ്രശ്നത്തിനെതിരെ പ്രതികരിക്കാൻ നടക്കുന്നു. ഇതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. ഞാനാണ് ഇതിനെല്ലാം കാര്യം. ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഉടനെ തന്നെ നമ്മുടെ ഉത്തരവാദിത്ത ബോധം ഉണർന്നു നമ്മൾ പോയിട്ട് അതിനെതിരെ തിരിച്ചൊരു മറുപടി പറയണം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. വഴി കൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പൊ അതിന് വേറൊരു ചൊല്ലാണ്, മാനത്തൂടെ പോകുന്നതിനെ തോട്ടിയിട്ട് സ്വന്തമാക്കുക എന്ന് പറയും. മാനത്തൂടെ പോകുന്ന ബോംബിനെ തോട്ടിയിട്ട് വലിച്ച് സ്വന്തമാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഇതുപോലെ വഴി കൂടെ പോകുന്ന പുലിവാലുകളെ മുഴുവൻ തോട്ടിയിട്ട് സ്വന്തമാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്നു ഇതെല്ലാം എന്റെ ശ്രമഫലമായി, എന്റെ ധിഷണയുടെ ഭാഗമായി, എന്റെ ബുദ്ധിയുടെ, എന്റെ ശ്രമത്തിന്റെ, എന്റെ ബോധ്യത്തിന്റെ ഭാഗമായി, എന്റെ യുക്തിയുടെ ഭാഗമായി, ഞാൻ ഭാഗമായിരിക്കുന്ന ഈ സാങ്കേതിക സമൂഹത്തിന്റെ ഭാഗമായി എനിക്കിതെല്ലാം റിസോൾവ് ചെയ്യാൻ കഴിയും, ഞാനാണിത് കൈകാര്യം ചെയ്യുന്നത് എന്നത്. ഏതുപോലെ ഭാരതത്തിലെ ഒരു വോട്ടറാണ് ഭാരതത്തെ മുഴുവൻ ഭരിക്കുന്നത് എന്ന വിശ്വാസം ഉള്ളതുപോലെ, ഭാരതത്തിൽ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെയും വിശ്വാസം എന്താ? ഞാൻ വോട്ട് ചെയ്യുന്നതിലൂടെ ഞാനാണ് ഈ ഇന്ത്യയുടെ ഭരണചക്രത്തിരിക്കുന്നത്. ആ വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട നിമിഷം മുതൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭരണചക്രത്തിൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. ഈ പ്രപഞ്ച സംവിധാനത്തിൽ എന്തിലാണ് നിങ്ങൾക്ക് കൺട്രോൾ ഉള്ളത്? ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ടും അത് സംഭവിച്ചില്ല, ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു എന്നിട്ടും അവന് മനസ്സിലായില്ല, നമ്മുടെ സമാധാനം പോകാൻ അത് മതി. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞതാണ്, നീ ഇപ്പോൾ ഇത് ചെയ്താൽ മതി, എന്നിട്ട് അവളത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മളിവിടെ ഈ പ്രശ്നം കണ്ടെത്താനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞു എന്നിട്ട് അത് നടന്നില്ല, ഞാൻ വിചാരിച്ചു ഞാനാണത് ചെയ്യേണ്ടത്, ഞാനത് കൺട്രോൾ ചെയ്തിട്ടും അത് അതിൽ ഒതുങ്ങിയില്ല, എന്റെ സമാധാനം പോകാൻ അതിലും കൂടുതൽ ഒരു കാര്യമൊന്നും വേണ്ട. ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എന്ന തോന്നലാണ് നമ്മളെ നയിക്കുന്നതിന് ഒരു പ്രധാന വിഷയം. ഞാനാണോ നയിക്കേണ്ടത്? എന്റെ കയ്യെ നിയന്ത്രിക്കുന്നത് എന്റെ ശരീരമാണ്, എന്റെ വിരലിനെ നിയന്ത്രിക്കുന്നത് കൈയാണ്, എന്നെ നിയന്ത്രിക്കുന്നത് എന്റെ ഉപരിവ്യവസ്ഥയാണ്. എന്റെ ഉപരിവ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യകുലമാകുന്ന ശരീരമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ഡീപ് ഇക്കോളജി മനസ്സിലാവണം. ഡീപ് ഇക്കോളജിയുടെ കൂടുകളായ വിന്യാസത്തെ മനസ്സിലാവണം. പ്രപഞ്ചമാകുന്ന കൂടിനകത്ത്
താരാഗണങ്ങളാകുന്ന കൂടുകൾ, ഓരോ താരാഗണങ്ങൾക്കകത്തും ക്ഷീരപഥം പോലെയുള്ള നക്ഷത്ര സമൂഹങ്ങളുടെ കൂടുകൾ, അതിനകത്ത് സൗരയൂഥം എന്ന കൂടുകൾ, സൗരയൂഥത്തിനകത്ത് ഗ്രഹങ്ങളാകുന്ന കൂടുകൾ, അതിനകത്ത് ഗയ്യ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനകത്ത് ജീവരാശി എന്ന കൂടുകൾ, ജീവരാശിക്കകത്ത് മനുഷ്യരാശി എന്ന ഒരു കൂട്, മനുഷ്യരാശിക്കകത്ത് മനുഷ്യൻ എന്ന കൂട്, മനുഷ്യനകത്ത് അവയവങ്ങൾ എന്ന കൂടുകൾ, അവയവങ്ങൾക്കകത്ത് കലകളാകുന്ന കൂടുകൾ, കലകൾക്കകത്ത് കോശങ്ങളാകുന്ന കൂടുകൾ, കോശങ്ങൾക്കകത്ത് കോശാന്തര ദ്രവങ്ങളാകുന്ന, അതിനകത്ത് തന്മാത്രകളാകുന്ന, ആറ്റങ്ങളാകുന്ന, ക്വാക്കുകളാകുന്ന, ഇങ്ങനെ അകത്തേക്ക് പോകുന്നു. ഈ ഘടന മനസ്സിലാവണം. ഈ ഘടന മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് എന്റെ കയ്യിലല്ല. അതിന് ഉപരിവ്യവസ്ഥയ്ക്ക്, ഈ പാരിസ്ഥിതിക ഘടനയുണ്ടല്ലോ, ഈ പാരിസ്ഥിതിക ഘടനയ്ക്ക് ഉപരിവ്യവസ്ഥയ്ക്കാണ് ടോട്ടൽ കൺട്രോൾ. അതിനകത്ത് എനിക്ക് കൺട്രോൾ ഉണ്ട്. ഏതുപോലെയെന്നറിയോ? ഈ ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ വരച്ച വരയിൽ അവളെ നിൽക്കും. ഭാര്യയെ കുറിച്ച് പറയുന്നതാ, ഞാൻ വരച്ച വരയിൽ അവളെ നിൽക്കും, പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് അവള് പറയുന്നു. ഏതാണ്ട് ഇതുപോലൊരു അവസ്ഥ. പശുവിനെ നമ്മളൊരു കുറ്റിയിൽ കെട്ടിയിടുകയാണ്. അപ്പൊ പശുവിന് എങ്ങും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതുവരെ? കയറിന്റെ നീളം കഴിയുന്നത് വരെ. കയറിന്റെ നീളം എത്ര വേണമെന്ന് കെട്ടിയിട്ടവനാണ് തീരുമാനിക്കുക. നമ്മളും ഇതുപോലെ കെട്ടിയിടപ്പെട്ടവരാണ്. നമ്മുടെ ജന്മം എവിടെ വേണം എന്ന് നമ്മൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. നമ്മുടെ പേര് എന്ത് വേണമെന്ന്, നമ്മുടെ പ്രായം എന്ത് വേണമെന്ന്, നമ്മൾ എവിടെ ജീവിക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, ഇതിലൊന്നും നമ്മുടെ തീരുമാനങ്ങളില്ല. പിന്നെ മുൻപോട്ട് പോകുന്നു. നാരായണത്വ ഭ്രാന്തൻ ഇതിനാണ് പറഞ്ഞത്, എന്റെ ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലെ ആക്കി തരാമോ, അതേ നിങ്ങളെ കൊണ്ട് പറ്റൂ എന്ന ഒരു ചിന്ത. അത് ഉണർന്നാൽ ശരിയായി. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ചെറിയ നീക്കുപോക്കുകൾ, ചെറിയ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഞാനല്ല എന്നറിയണം, താനല്ലെന്നറിയണം. ആ താനല്ലെന്നറിയുക, ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നെത്ര പേർക്ക് അറിയാം? അറിയാവുന്നവർ എസ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇപ്പോ അറിഞ്ഞു എന്നുള്ളവരാണെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ അറിഞ്ഞവരാണെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി. അറിയാത്തവരാണെങ്കിൽ, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ എസ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു എന്ന് എഴുതിയാൽ മതി. ഒന്ന് എഴുതും. ഓക്കെ 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 അപ്പൊ ഇപ്പൊ അറിഞ്ഞു കാണും, അറിഞ്ഞു തുടങ്ങണം. ഇപ്പൊ മുഴുവൻ അറിഞ്ഞു എന്നല്ല ഞാൻ ഈ പറയുന്ന ഒരു വ്യാഖ്യാനം വെച്ചിട്ട് നിങ്ങൾക്കിത് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് യാത്ര ചെയ്യണം, നമ്മൾ അതിനെ പഠിക്കണം, നമ്മൾ അതിനെ തൊട്ടറിയണം. ഇതിന്റെ ശാസ്ത്രവും തത്വശാസ്ത്രവും ആത്മീയതയും മാനസികതയും ജ്ഞാനീയതയും ചൈതന്യപരതയും അതിന്റെ സ്ഥലകാല രൂപ ഭാവങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയണം. എങ്കിൽ മാത്രമേ അതെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഞാനല്ല, നിങ്ങളുടെ ജന്മത്തിന് നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതല്ല എങ്കിൽ മനസ്സിലാക്കുക, ഞാനല്ല ഇതെന്ന് നിയന്ത്രിക്കുന്നതെന്ന്. ഞാനല്ല നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ സമാധാനം കളയേണ്ട കാര്യമുണ്ടോ? ഞാനല്ല നിയന്ത്രിക്കുന്നത്, എല്ലാം മറ്റൊരു നിയന്ത്രണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പോരെ, അതിനനുസരിച്ച് പോയാൽ പോരെ. ആ ഉത്തരവാദിത്വത്തിനനുസരിച്ച് പോയാൽ മതി. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക. താനല്ല എന്നറിയണം. ഇനി ഈ മുമ്പിലുണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, മുമ്പിലുണ്ടാകുന്ന കാര്യങ്ങളോട്, മുമ്പിൽ കൂടെ ജീവിക്കുന്ന ആളുകളോട്, കൂടെയുള്ള വസ്തുക്കളോട്, സംവിധാനങ്ങളോടൊക്കെ നമുക്ക് സ്നേഹമുണരണം. സ്നേഹമുണരണം എന്ന് വെച്ചാൽ എന്താ? സ്നേഹം എന്ന് വെച്ചാൽ എന്താ? പച്ചയ്ക്ക് സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുവഴുപ്പ് എന്നാണ് അർത്ഥം. വഴുവഴുപ്പ്. നമ്മൾ ഒരു യന്ത്രഭാഗം പ്രവർത്തിപ്പിക്കുമ്പോൾ ആ യന്ത്രത്തിലെ പൽചക്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് അതിനകത്ത് ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ ഇവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴും പരസ്പരം മുട്ടാതെ തമ്മിൽ ഇങ്ങനെ ചേർന്നിണങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. വഴുകി ഇഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ രണ്ട് ജൈവസത്തകളില് അവ തമ്മിൽ തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകുവാൻ അവർക്കിടയിലുള്ള പരസ്പരമുള്ള കരുതൽ എന്ന ശ്രദ്ധയെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുക. ആ സ്നേഹം ഉണരണം. ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുമ്പോൾ
എന്റെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അവൾ ചെയ്തൊരു കാര്യത്തെ എനിക്ക് അവൾ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു, പക്ഷെ അവൾ അത് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് അവൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടം ഉണ്ടാവണം. എങ്കിലേ എനിക്ക് അവളോട് ചേർന്ന് പോകാൻ കഴിയും. അല്ലെങ്കിലോ ഞാൻ പോകുന്നത് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരനുമായിട്ട്, എന്റെ സഹോദരിയുമായിട്ട്, അല്ലെങ്കിൽ എന്റെ അയൽക്കാരനുമായിട്ട് ചേർന്ന് പോകണമെങ്കിൽ അവരെ അവരായിട്ട് എടുക്കാൻ കഴിയണം. അവർക്ക് ഞാൻ ചെയ്യുന്നതൊന്നും തന്നെ, അനുകമ്പാ ദശകത്തിലൊക്കെ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ചലനം പോലും, ഒരു എറുമ്പിന് പോലും നോവൽ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കണം എന്ന് പറയുന്ന ഒരു അനുകമ്പയുടെ, സ്നേഹത്തിന്റെ ഒരു വശം നമ്മളിൽ ഉണരണം. ആ സ്നേഹത്തിന്റെ ആ ഒരു തലം നമ്മൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും. സ്നേഹത്തിന്റെ തലം ഒരിടത്തെങ്കിലും നഷ്ടമാകുന്നുവെങ്കിൽ, സ്നേഹത്തിന്റെ ആ ഇടം ഒരിടത്തെങ്കിലും നഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ സമാധാനം പോയി കിട്ടും. നിങ്ങളിൽ ഒരിടത്തെങ്കിലും ആ സ്നേഹത്തിന്റെ ഭാവം നഷ്ടമായിട്ടുണ്ടോ? എന്റെ ചോദ്യമാണ്. ഉത്തരം തരൂ, ടൈപ്പ് ചെയ്യൂ. അതെ, അപ്പോ ഒരിടത്തെങ്കിലും നമുക്കത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ കഴിയേണ്ടത്? നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതുപോലെ നമുക്ക് ഈ സത്യങ്ങളെ, അപ്രിയമായ സത്യങ്ങളെ, നമ്മുടെ മുന്നിൽ കാണുന്ന അപ്രിയതകളെ നമുക്ക് സ്വീകരിക്കാനാകും. മുമ്പിൽ എന്ത് തന്നെ വന്നാലും ഈ മുമ്പിൽ വരുന്നത് ആരുടെ സൃഷ്ടിയാണ്? ലോകത്ത് എന്റെ യുക്തി ഒഴികെ ബാക്കിയെല്ലാം സ്വാഭാവികമാണെന്നിരിക്കെ എന്റെ യുക്തി കൃത്രിമമാണെന്ന് നമുക്ക് പറയാം. കാരണം എന്റെ യുക്തി എന്റെ ഉള്ളിലാണ്, എന്റെ കൺട്രോളിലാണ്, എന്റെ ബോധത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ മറ്റൊരാളുടെ യുക്തി എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം അതിന് ഞാൻ പ്രകൃതിയുടെ ഭാഗമായി കാണേണ്ടതുണ്ട്. പ്രകൃതി എന്ന മഹാസംവിധാനത്തിന്റെ, പ്രകൃതി എന്ന മഹാഗർഭപാത്രത്തിന്റെ ഒരംശമായിരിക്കുന്നതെന്തും അതിനെ ഞാൻ എങ്ങനെയാണ് അന്യമായി കരുതുക? ഞാൻ എങ്ങനെയാണ് അത് കൃത്രിമമാണെന്ന് കരുതുക? അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാകുമ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന ചലനങ്ങളെല്ലാം, പ്രകൃതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ എങ്ങനെയാണ് വിലയിരുത്തുക? അതെനിക്ക് വേദന ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അതെനിക്ക് അപ്രിയം ഉണ്ടാക്കുന്നതായിക്കോട്ടെ, അതെന്നിൽ വിഷമം ഉണ്ടാക്കുന്നതായിക്കോട്ടെ, പക്ഷെ അതിനെ ഞാൻ എങ്ങനെയാണ് നിഷേധിക്കുക? എനിക്ക് കാലിൽ ഒരു മുള്ളു കുത്തി, ശരിയാണ്, മുള്ളു കുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുള്ളിനോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ വഴി വന്നതിൽ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ഞാനല്ല തീരുമാനിച്ചത്. ഈ വഴി വരിക എന്നുള്ളത്, ഇവിടെ ചവിട്ടുക എന്നുള്ളത് ഞാനല്ല തീരുമാനിച്ചത്. ഇതൊന്നും ഞാനല്ല തീരുമാനിച്ചത്. മറ്റാരെങ്കിലും ആണോ? അല്ല, പ്രകൃതിയുടെ ഒരു സംവിധാനമാണ്. അതിനകത്ത് അത് സംഭവിച്ചെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അടുത്തതെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അതിന് പകരം പരിതപിക്കുകയല്ല വേണ്ടത്. അപ്പോ ഞാൻ അവിടെ പരിതപിക്കാൻ പോയാൽ, മുള്ളുകാലിൽ കുത്തി എന്നതിന് പരിതപിക്കാൻ പോയാൽ, മുള്ളുകുത്തിയ വേദനയോടൊപ്പം തന്നെ പരിതാപത്തിന്റെ വേദന കൂടെ ചേർന്ന് വലിയ വേദനയാണ് ഉണ്ടാകുന്നത്. മുള്ളുകുത്തി എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ സ്വീകരിച്ചാൽ പരിതാപമില്ല, മുള്ളുകുത്തിയ വേദന മാത്രമേ ഉള്ളൂ. പിന്നെ പരിഹാരം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോ നമുക്ക് വേണ്ടത് സ്വീകരിക്കാനാകണം. മുന്നിൽ കടന്നു പോകുന്നത് പ്രകൃതിയുടെ സ്വാഭാവിക നിർദ്ധാരണമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്കതിനെ സ്വീകരിക്കാനാകണം. അങ്ങനെ ജീവിതത്തിലെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? മറുപടി പറയൂ, ടൈപ്പ് ചെയ്യൂ. ഓക്കെ. ഇത് നമ്മളൊരു സ്വയം ബോധ്യപ്പെടുത്തലാണ് കേട്ടോ. ഈ ഉത്തരം പറച്ചിൽ എന്നുള്ളത് ഒരു സ്വയം ബോധ്യപ്പെടുത്തലാണ്. എല്ലാത്തിനെയും നമുക്കങ്ങനെ കഴിയുന്ന മറ്റേ ചില ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രബുദ്ധരായ ചില ആളുകളുണ്ട്. അവർക്ക് അതെല്ലാം എല്ലാത്തിനെയും സ്വീകരിക്കാനാകും. എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? അതിനെ കണ്ണുമടച്ചൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനോട് പ്രതികരിക്കാൻ നിൽക്കുക പോലുമില്ല, അതങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അഥവാ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ ഇതിലൊരു നിഷേധമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഇത് കഴിയുമ്പോൾ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാവും. കാല് മുള്ളുകുത്തി, വേദനിച്ചു, ഇനി
മുള്ളു പതുക്കെ പറിച്ചു കളഞ്ഞു. ഇനി അതിനുള്ള പരിഹാരം ചെയ്യണം. കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ആശുപത്രി പോകണമെന്നുള്ളതാണ് നമ്മുടെ അറിവിന്റെ വ്യാകരണമെങ്കിൽ അങ്ങോട്ട് പോയി ആശുപത്രി പോവുക. എന്താണെങ്കിലും ഇപ്പോൾ കാലിൽ മുള്ളുകുത്തി, ഇനി അടുത്ത പരിപാടി ചെയ്യുക. ആ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച്, കഴിഞ്ഞത് എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഉണ്ടാവുക എന്ന് വെച്ചാൽ പൂർണ്ണമായി എന്ന തൃപ്തി. മുള്ളു കുത്തുന്നതിൽ മാത്രമല്ല, സന്തോഷത്തിന്റെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഒരു ബിരിയാണി കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയും പയറും കഴിക്കുന്നു, നമ്മുടെ ഇഷ്ട ഭക്ഷണം. അതല്ലെങ്കിൽ മറ്റൊരു ഒരു ഇഷ്ട സുഹൃത്തിനെ കാണുന്നു. കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയോ അതങ്ങനെ തന്നെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിയുമ്പോൾ തൃപ്തി ഉണ്ടാവും. തൃപ്തി ആയില്ലെങ്കിലോ, ഭക്ഷണം കഴിച്ചു തൃപ്തി ആയില്ലെങ്കിലോ സമാധാനം നഷ്ടമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എങ്കിൽ തൃപ്തി ഉണ്ടായി. തൃപ്തി ഉണ്ടായില്ലെങ്കിലോ സമാധാനം പോയി. അപ്പോ തൃപ്തി, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാക്കാൻ കഴിയും. തൃപ്തി കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇതാണ് എന്റെ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോ നമുക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ല. തൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താണ് ചെയ്യുക? തൃപ്തി കണ്ടെത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറി വരണം. അതിന് നമ്മൾ കരുതി വെച്ചിട്ടുള്ള പലതിനെയും വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ബന്ധുവിനോടായിരിക്കും, സഹോദരനോടായിരിക്കും, അല്ലെങ്കിൽ അയൽക്കാരനോടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോടായിരിക്കും. അവിടെ തൃപ്തികരമായ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. വിട്ടുകൊടുക്കുന്ന എന്തിനെയാണ്? ഞാൻ പിടിച്ചു വെച്ച ചില തീരുമാനങ്ങളെ, ഞാൻ പിടിച്ചു വെച്ച ചില തോന്നലുകളെ, ഞാൻ പിടിച്ചു വെച്ച ചില ബോധ്യങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയും. വിട്ടുകൊടുക്കാനാകണം. അങ്ങനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയാറുണ്ടോ? ഉണ്ടോ? ഉത്തരം കാണുന്നില്ല. മടുത്തോ? ഉത്തരം പറഞ്ഞ്. ശരി, ഓക്കെ. അപ്പൊ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ, സ്ഥിതി അറിയണം, മഹാമുതുക്കണം, സ്വയം അറിയണം, താനല്ലെന്നറിയണം, സ്നേഹമുണരണം, സ്വീകരിക്കാനാകണം, തൃപ്തി ഉണ്ടാകണം, വിട്ടുകൊടുക്കാനാകണം. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വിട്ടുകൊടുക്കാൻ ഇതെല്ലാം നമുക്ക് കഴിയുന്നത്? നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്ന് അറിയുമ്പോഴാണ്, നമ്മൾ പ്രകൃതിയായിരിക്കുമ്പോഴാണ്, നമ്മളൊരു ശരീരത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് ആ ശരീരത്തിനൊത്തു പോകാൻ പറ്റുക. ശരീരത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം, ആ കടന്നു പോകുന്ന കാര്യത്തെ നമ്മളിപ്പോ നിങ്ങൾ കോട്ടക്കാവ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മളത് കടത്തിവിടേണ്ടതെന്ന്. കടത്തിവിടുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. കോട്ടക്കാവ് ചെയ്തവർക്ക് മാത്രമേ അത് അറിയുള്ളൂ എന്നതാണ് അതിന്റെ രസം. ബാക്കിയുള്ളവര് നമ്മുടെ കയ്യിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യം അനുചിതമാണെന്ന് തോന്നിയാൽ നമ്മൾ അതിനെ പിടിക്കും. നമ്മുടെ മുന്നിലൂടെ വാർത്ത കടന്നു പോകുന്നു, നമ്മുടെ മുന്നിലൂടെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കടന്നു പോകുന്നു, നമ്മുടെ മുന്നിലൂടെ അശുഭകരമായ ഒരു അറിവ് കടന്നു പോകുന്നു, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചിത്രം കടന്നു പോകുന്നു. എന്ത് കടന്നു പോയാലും അതിനെ കടത്തിവിടാൻ നമ്മൾ തയ്യാറുണ്ട്. നമുക്ക് പറ്റാത്തതെന്ന് തോന്നിയാൽ, നമ്മുടെ പറ്റുന്ന കാര്യത്തെ ഒന്നിനെയും നമ്മൾ എടുത്തു വെക്കാറില്ല. നമുക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എടുത്തു വെക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. നമ്മുടെ ഒരു ദിവസം ഏതാണ്ട് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ ഏതാണ്ട് 16 മണിക്കൂർ നമ്മൾ ഉണർന്നാണ് ഇരിക്കുന്നത്. ഈ 16 മണിക്കൂറിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ, ഈവന്റുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വെക്കാറുണ്ടോ? ഇല്ല. കാരണം അവയൊന്നും നിങ്ങളുടെ ഉള്ളിൽ അനുചിതമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ചിലത് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അതിന്റെ അറ്റത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് സമാധാനം പോകുന്നത്. അങ്ങനെ പോകുന്ന കാര്യങ്ങളെ സത്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മറ്റെല്ലാം കടന്നു പോകുന്നത് പോലെ നിങ്ങൾ ഇതിനെയും കടത്തിവിടണം. നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തിനേയും കടത്തിവിടണം. കടത്തിവിടുന്നതിന് ഇംഗ്ലീഷിൽ സാധാരണ പറയുക ലെറ്റ് ഗോ എന്നാണ്. ലെറ്റ് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോഡ് എന്നാണ് അർത്ഥം. ലെറ്റ് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോഡ് എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തെ കടത്തിവിടുമ്പോൾ ബാക്കി ദൈവം ചെയ്തോട്ടെ, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറൊരു തർക്ക വിഷയം. പ്രകൃതി എന്ന് തൽക്കാലം എടുക്കുക. പ്രകൃതി ചെയ്തോട്ടെ, പ്രകൃതി നിർദ്ധാരണം ചെയ്തോട്ടെ എന്ന് കരുതി കടത്തിവിടാൻ നമുക്ക് കഴിയും. എല്ലാ കാര്യങ്ങളും കടത്തിവിടുകയല്ല വേണ്ടത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വെച്ച് ഒരു കുഞ്ഞു മറിഞ്ഞു വീഴുകയാണ്, ഉടനെ പോയി നമ്മൾ താങ്ങേണ്ടി വരും.
നമ്മുടെ മുന്നിൽ ഒരാൾ കൈകൾ നീട്ടി നിൽക്കുകയാണ്, അയാൾക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ മുന്നിൽ ഒരാൾ അപകടത്തിൽപ്പെടുകയാണ്, അയാൾ അങ്ങോട്ട് ആശുപത്രിയിൽ ഓടേണ്ടി വരും. നമ്മുടെ മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ ആ ധർമ്മം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. മുന്നിലല്ലെങ്കിലോ അതിനെ കരുതി നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല, അതിനെ കടത്തിവിടണം. നമ്മളിപ്പോ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മ കുറച്ച് ദൂരെയാണ്, എന്റെ മുന്നിലല്ല, പക്ഷെ അവിടെ ഒരു അപകടം ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ പോകേണ്ടത് ആവശ്യമാണ്. അപ്പോ അത് നമ്മുടെ വിവേകത്തിനനുസരിച്ചായിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ അതിനെ കടത്തിവിടണം. കടത്തിവിടുന്ന ഒരു കാര്യവും നമ്മുടെ ഉള്ളിൽ ബാധ്യതയായി നിൽക്കില്ല. എന്റെ അച്ഛൻ ഈ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിലാക്കേണ്ട സമയത്ത് ആശുപത്രിയിലാക്കണം. ഞാൻ ആശുപത്രിയെ അനുകൂലിക്കുന്ന ഒരാളല്ല, പക്ഷെ ആശുപത്രിയിലാക്കേണ്ട സമയത്ത് ആശുപത്രിയിലാക്കണം. അത് കടന്നു പോകേണ്ട കാര്യമാണ്. അതുപോലെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യത്തെയും നമുക്ക് കടത്തിവിടാനാകണം. കടത്തിവിടുമ്പോൾ ലെറ്റ് ഗോ എന്ന് വെച്ചാൽ ലെറ്റ് ഗോഡ് എന്നാണ്. അതായത് ഞാൻ കടത്തിവിടുന്നതിന് പിന്നെ ആരാണ് കൈകാര്യം ചെയ്യുക? ഞാനല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഞാനല്ല കൈകാര്യം ചെയ്യേണ്ടത്, പിന്നെ ആരാണ്? ഈശ്വരനാണ്, അല്ലെങ്കിൽ പ്രകൃതിയാണ്. ഈശ്വര വിശ്വാസമുള്ളവർക്ക് ഈശ്വരനെ ചാരാം, ഈശ്വര ഇല്ലാത്തവർക്ക് പ്രകൃതിയെ ചാരാം. അതിലേക്ക് ചാരിക്കും. അതാണ് തുടരേണ്ടത്. ഞാനല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. അപ്പോ ഇനിയും നമുക്ക് ഒരുപാട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പീസ് കോൺഫറൻസിൽ ഞാനത് അവതരിപ്പിച്ചപ്പോൾ ഞാനത് ഡീപിക്കോളജിയുടെ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിച്ചത്. അത് കൂടുതൽ സാങ്കേതികമായതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ലളിതമായിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഞാൻ അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സമാധാനം എന്ന് പറയുന്നത് ആത്മബോധ്യത്തിന്റെ ഒരു റിസൾട്ടാണ്. ഞാൻ എന്നെ എത്രത്തോളം തിരിച്ചറിയുന്നു എന്നതിന്റെ റിസൾട്ടാണ്. ഞാൻ എന്നെ 100% തിരിച്ചറിഞ്ഞാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് സമാധാനം തരില്ല. അതിന്റെ കാരണവും പ്രകൃതിയിൽ നിക്ഷിപ്തമാണ്. കാരണം എന്റെ ഉള്ളിൽ സമാധാനമായി കഴിഞ്ഞാൽ, 100% സമാധാനത്തിലായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പ്രേരണ ഉണ്ടാവില്ല. എനിക്കൊന്നും ചെയ്യാൻ പ്രേരണ ഉണ്ടാകില്ലെങ്കിൽ എന്റെ ജീവിത ധർമ്മം നിർവഹിക്കാൻ ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല. എന്റെ ജീവിതം ചലനാത്മകമായി മുൻപോട്ട് പോകണമെങ്കിൽ എന്റെ ഉള്ളിൽ ചെറിയ ഇംബാലൻസുകൾ ഉണ്ടാവും. ആ ഇംബാലൻസിലൂടെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഞാൻ ഉണ്ടായിട്ടുള്ളതിന് ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതം ഉണ്ടായതിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ആ ഉദ്ദേശം നിർവഹിക്കപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ സമാധാനം ഒരല്പമെങ്കിലും പോകേണ്ടതുണ്ട്. ആ സമാധാനം അല്പം നഷ്ടപ്പെടുന്ന സമയത്താണ് എനിക്ക് ജീവിതത്തിന് ഉദ്ദേശ്യമുണ്ടാവുക, പർപ്പസ് നിർവഹിക്കാൻ കഴിയും. അപ്പോ എന്താണെങ്കിലും നിലവിൽ നമുക്ക് എത്രത്തോളം കണ്ടെത്താൻ കഴിയുമോ അതാണ് നമ്മുടെ സമാധാനമെങ്കിൽ, ആ സമാധാനം എന്ന് പറയുന്നത് ആത്മബോധ്യത്തിന്റെ ഫലമാണ്. പീസ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ് കോഗ്നിഷൻ. ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: ശാന്തി ഉണ്ടാകാൻ സ്ഥിതി അറിയണം, അഹമൊതുങ്ങണം, സ്വയം അറിയണം, താനല്ലെന്നറിയണം, സ്നേഹമുണരണം, സ്വീകരിക്കാനാകണം, തൃപ്തി ഉണ്ടാകണം, വിട്ടുകൊടുക്കാനാകണം, കടത്തിവിടാനാകണം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം സ്വയം കണ്ടെത്താനാകും. ബാക്കിയുള്ളത് പ്രകൃതിയുടെ കയ്യിലാണ്. പ്രകൃതി തരുന്ന തീരുമാനം എന്താണെങ്കിലും അതിന് ഞാൻ വിധേയനാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലേറിയ പങ്കും സമാധാനത്തിലായിരിക്കാൻ കഴിയും. അങ്ങനെ ആയിരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചോദ്യങ്ങളിലൂടെ ബാക്കി വിഷയങ്ങളിലേക്ക് പോകാം. നന്ദി, നമസ്കാരം.